ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ വരിക്ക ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇടിയപ്പപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയുണ്ട്, ഏലക്ക പൊടിച്ചതുണ്ട്, പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് പാനിയാക്കി എടുക്കാം. അപ്പോൾ ചക്ക വരട്ടിയതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പാനിയാക്കി എടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അതെടുത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ശർക്കര പാനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാകും. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഇടിയപ്പപ്പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചക്കയുടെ മിക്സ് ചേർത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല കേട്ടോ, ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇടിയപ്പപ്പൊടി ഉള്ളത് കൊണ്ട് എടുത്തന്നേ ഉള്ളൂ, ഗോതമ്പ് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കാം. കുഞ്ഞു ബോൾസാക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഞാനിതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇല വച്ചെന്നേ ഉള്ളൂ, ഇല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നെങ്കിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണേ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.